തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി നേരിട്ടതിന് പിന്നാലെ സിപിഎം കോഴിക്കോട് ജില്ലാ കമ്മിറ്റി യോഗം ഇന്ന് ചേരും. മുഖ്യമന്ത്രി നേരിട്ട് പങ്കെടുക്കുന്ന യോഗത്തിൽ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ കാരണങ്ങൾ, നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ ഉൾപ്പെടെ ചർച്ചയാകും. ഇന്ന് 10 മണിക്ക് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ചാണ് യോഗം. സലാം മുഹമ്മദ് വിവരങ്ങൾ നൽകും. സലാം, ഇന്നിപ്പോൾ യോഗം ചേരുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പരാജയ കാരണങ്ങൾ, ഒപ്പം തന്നെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായുള്ള മുന്നൊരുക്കങ്ങൾ, അങ്ങനെയാണെങ്കിൽ സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചർച്ചയിൽ വരുമോ? ജിൽസി സൈഫു, കനത്ത തിരിച്ചടിയാണ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് ജില്ലയിൽ സിപിഎമ്മും ഇടതുമുന്നണിയും നേരിട്ടത്. കാലങ്ങളായി ഒപ്പം നിൽക്കുന്ന ജില്ലയിൽ നേരിട്ട ഈ തിരിച്ചടിയിൽ പാർട്ടി വലിയ ആശങ്കയിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. നമുക്കറിയാം, കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് കാലങ്ങളായി LDFന്റെ ഒപ്പം നിന്നതാണ്. അങ്ങനെ ജില്ലാ പഞ്ചായത്ത് അടക്കം നഷ്ടപ്പെടുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയതോടുകൂടിയാണ് ഇന്ന് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് പങ്കെടുക്കുന്ന ഒരു യോഗം കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ചേരുന്നത്. അതിൽ പ്രധാനമായും എന്തുകൊണ്ടാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെയൊരു തോൽവിക്കിടയാക്കിയത്, അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രമുഖരുടെ ഇടപെടൽ, അതായത് ചില ആളുകളുടെ തൽപര കക്ഷികൾ മാത്രം മത്സരിക്കുന്ന സ്ഥിതി ഉണ്ടായോ, ആ കാര്യത്തിലൊക്കെ തന്നെ ഒരു ചർച്ചയുണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും സ്ഥാനാർത്ഥി നിർണ്ണയത്തിലൊക്കെ തന്നെ സിപിഎമ്മിനുള്ളിൽ മുമ്പൊന്നും കാണാത്ത വിധത്തിലുള്ള ചില അതൃപ്തിയൊക്കെ തന്നെ ജില്ലയിലുണ്ടായിരുന്നു. അതിലൊക്കെ തന്നെ ചർച്ചയുണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും കനത്ത തിരിച്ചടി നേരിട്ട ജില്ലയിലെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പ്രകടനം തന്നെയായിരിക്കും പ്രധാനപ്പെട്ട അജണ്ട എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ നിന്ന് വലിയ പ്രതീക്ഷ UDF ഇപ്പോൾ വെച്ചു പുലർത്തുന്നുണ്ട്. UDF നേതാക്കളുടെ അഭിപ്രായങ്ങളിലൊക്കെ തന്നെ ജില്ലയിൽ നിന്ന് സാധാരണ കോൺഗ്രസിന് 20 വർഷമായി MLA-മാരില്ലാത്ത കോഴിക്കോട് ജില്ലയിൽ നിന്നും 5-ലധികം MLA-മാരുണ്ടാകും എന്നുള്ളത് നേതാക്കളുടെ വാക്കുകളിലൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ആത്മവിശ്വാസം UDF പ്രകടിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും എന്തുകൊണ്ടാണ് ഈ ആത്മവിശ്വാസത്തിന് പിന്നിൽ, UDF നേതാക്കളുടെ ആത്മവിശ്വാസത്തിന് പിന്നിൽ എന്നുള്ളത് കൂടി CPM നേതാക്കൾ വിലയിരുത്തും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കാരണം ജില്ലയിൽ പാർട്ടി ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധി നേരിടുന്നുണ്ടോ, അല്ലെങ്കിൽ ജില്ലയിലെ തെരഞ്ഞെടുപ്പുകളിലോ പാർട്ടി സംവിധാനങ്ങളിലോ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ, ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു ചർച്ച ഇന്നുണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ സർക്കാരിന്റെ വിലയിരുത്തലുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ചില കേന്ദ്രങ്ങളിൽ നിന്ന് CPM-നുള്ളിൽ മുമ്പൊന്നും കാണാത്ത വിധത്തിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ തന്നെ മുഖ്യമന്ത്രിക്കെതിരെയും അതോടൊപ്പം തന്നെ സർക്കാരിനെതിരെയും ചില കേന്ദ്രങ്ങളിൽ നിന്നും വിമർശനം ഉയരുന്നുണ്ട്. അതിൽ CPM-ന്റെ അടുത്ത് നിൽക്കുന്ന സഹയാത്രികരായ ആളുകളൊക്കെ തന്നെ ചില വിമർശനങ്ങൾ പരസ്യമായി പറയാനും തയ്യാറായ ഒരു സാഹചര്യം നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ യോഗത്തിലും സർക്കാരിന്റെ വിലയിരുത്തൽ ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ മുഖ്യമന്ത്രിയുടെയോ അതോടൊപ്പം തന്നെ നേരത്തെ പാലക്കാട് ജില്ലാ കമ്മിറ്റി യോഗത്തിലൊക്കെ തന്നെ ഉയർന്ന പോലെയുള്ള, അതായത് AK ബാലന്റെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ടുള്ള ഈ നിലവിലുണ്ടായ വിവാദ വിഷയങ്ങളിലൊക്കെ തന്നെ ചർച്ചയുണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ മുതിർന്ന നേതാക്കൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്താവനകൾ അത് തിരിച്ചടിയാകുമെന്ന വിലയിരുത്തൽ നേരത്തെ CPM-നുള്ളിൽ തന്നെ ശക്തമായിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത കാലത്ത് കൂടുതൽ പ്രതികരണങ്ങൾ അത് വിവാദമാവുകയാണ്. മുതിർന്ന നേതാക്കളുടെ പ്രതികരണങ്ങളൊക്കെ തന്നെ വിവാദമാകുന്ന ഒരു സാഹചര്യത്തിൽ അതിനെ എങ്ങനെ തടയിടാം എന്നുള്ളത് കൂടിയുള്ള ഒരു ചർച്ച ഇന്ന് യോഗത്തിലുണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേരിട്ട ഒരു കനത്ത തിരിച്ചടി തന്നെയായിരിക്കും ഈ പ്രധാനപ്പെട്ട അജണ്ട. അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളതിനെ പറ്റി വിശദമായ ചർച്ചയുണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. സൈഫുദ്ദീൻ ജിൽസി.